ഞാനൊരു കാര്യം കാണിക്കാൻ പോവാണ്. ഞാൻ ഇന്ന് അബാക്കസ് ആദ്യമായിട്ട് സ്കൂളല്ല ഒരു സ്ഥലമാണ് റഫായിട്ട്. അപ്പം ഞാൻ ആദ്യം കണ്ടതാണ്ട ഇതാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഇതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, തിരിഞ്ഞ കാണുന്ന. അപ്പം ഇതാണ് എൻ്റെ മീൻസ് ഇതാണ് അബാക്കസിൻ്റെ സാധനം. ഇനി ഇതിനകത്ത് നമുക്ക് ദാണ്ട് ഇങ്ങനെ പ്ലേറ്റ് കൂട്ടിങ്ങനെ വെക്കാം. ഓക്കെ, ഐ വിൽ ഷോ യു. ഫസ്റ്റ് വി വാണ്ട് ടു പുട്ട് ദിസ് തിങ്. ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ ഇവിടെ മുട്ടിയിടും. ഒരെണ്ണം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ചുകൊണ്ടിങ്ങനെ പോകും. മീൻസ് ദസ് ഒരെണ്ണം ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കുമ്പോൾ ഇത് പൊങ്ങിക്കോളും. ഇപ്പം ഞാൻ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ഇതിനകത്ത് ഞാൻ ഇന്നങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് പഠിച്ചു. ഇങ്ങനെ ഞാനിപ്പം അതങ്ങനെ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പെൻസിലും ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈയാണ് ആവശ്യം. ഓക്കെ, ഇനി ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കാം. നമ്മൾ ഒരു 5ൻ്റെ ബീഡ് ഞാൻ ഓരോന്ന് 1 to 9 വരെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് 5 അല്ല, ഇനി 1 തൊട്ട് കാണിക്കും. ഇത് 1 ഒരു ബീഡ് തൊട്ടും, ഇത് 2 അടുത്ത 2 ബീഡ് തൊട്ടും, 3 ബീഡ്സ് ടച്ച്, 4 ബീഡ്സ് ടച്ച്. ഇനി അടുത്ത ഇതും കൂടെ കൂട്ടിയല്ല, ഇത് മാറ്റിയതിന് ശേഷം ഏതാ 5 എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഇതും കൂടെ താക്കണം. അപ്പോൾ ഇതാണ് 5. ഇതാണ് എപ്പോഴും ഇതൊരു 5 ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതെപ്പോഴും ഒരു 5 ആയിരിക്കും. ഇതൊന്നുമല്ല, ഇത് എപ്പോഴും ഒരു 5 ആയിരിക്കും. അപ്പം ഇനി അടുത്ത ഇതാണ് 6. 5 + 1 6, 5 + 2 7, 5 + 3 8, 5 + 4 9. അപ്പം അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മൾ പറയാം, ഇത് പതുക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഒരു ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. എന്നിട്ട് ഇതുണ്ടോ, കാണാൻ പറ്റിയായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോ കാണിച്ചാൽ മതിയോ? ഞാനിപ്പം കുറച്ചും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആയിരിക്കും ഒരെണ്ണം ഇരിക്കാനല്ല, സോറി, ഇതിങ്ങനെ പൊക്കിയിട്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് കൈ ഇങ്ങനെയും ഇടത്തെ കൈ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇത് പിടിക്കാൻ വേണ്ടി, ഈ കൈ കൂട്ടാൻ വേണ്ടി. അപ്പം നമ്മുടെ അടുത്ത് പറയാണ് 5. അപ്പോൾ 5ൽ നിന്ന് ദാണ്ട് ഈ ബീഡ് താഴോട്ട് പോകുമ്പോഴല്ലേ 5, അതുകൊണ്ട് ഇങ്ങനെ ആക്കണം. +3. അപ്പോൾ ഈ 3യും കൂടെ, ഈ 5ൻ്റെ കൂടെ ഈ 3 ഒന്ന് കൂട്ടുമ്പം ടോട്ടൽ എത്ര ആയിരിക്കും? 5 + 3 നോക്കാൻ പാടില്ല. 5 നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. 5 ഇപ്പോൾ ഇത് പൊങ്ങിയിരിക്കാത്തതുകൊണ്ടാണ് എനിക്കൊരു കുറച്ച് സംശയം വരുന്നത്. അപ്പം ഈ കുത്ത് നോക്കിയാൽ മതി. 5 6 7 8 ഉണ്ടോ, 3 എണ്ണം കൂട്ടുമ്പോൾ 8 ആണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇത് പിന്നെ ഇതും കൂടെ കൂട്ടുമ്പോൾ
5 മൈനസ് 3 ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വലിയതാകുമ്പോൾ ചോദിക്കുന്നത്. വലിയതുമല്ല, നമ്മളൊന്ന് ലെവലപ്പ് ആകുമ്പോൾ ചോദിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് ആക്കണം. ബീഡ് കറങ്ങുന്നില്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കണം. ഓക്കെ, ഇനി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.